ആയുർവേദത്തിൻ്റെ നഗരം മാത്രമല്ല കോട്ടക്കൽ. മലപ്പുറം ജില്ലയുടെ വ്യാവസായിക, വാണിജ്യ, സാമ്പത്തിക നഗരം. അവിടുത്തെ ബീച്ച് റോഡുണ്ട്. ബീച്ച് റോഡ് എന്നുള്ളത് ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും പലരും ചോദിക്കാറുണ്ട് കോട്ടക്കൽ ബീച്ചോ. പക്ഷേ BH റോഡ്, ബാപ്പു ഹാജി റോഡ്, മിഠായി തെരുവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഹലുവ ബസാർ കണ്ടിട്ടുണ്ട്. ഏത് സാധനങ്ങളാണ് ആ സാധനങ്ങൾക്ക് വേണ്ട ഒരുപാട് തെരുവുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഫുഡ് സ്ട്രീറ്റുകളുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് കോട്ടക്കലങ്ങാടിയിലൊരു ബീച്ച്. അവിടെ ആൺകുട്ടികളുടെ ഡ്രസ്സുകൾ, പണ്ടൊക്കെ ഇന്ത്യയിലൊരു മോഡൽ ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് കോട്ടക്കലെത്തുന്നത് എങ്കിൽ ആ ലോഞ്ച് ചെയ്യുന്ന അതേ ദിവസം തന്നെ കോട്ടക്കലങ്ങാടിയിൽ ആൺകുട്ടികളുടെ ഡ്രസ്സ് എത്തും. ചെത്ത് ചെക്കന്മാർ ബീച്ച് റോഡിൽ അങ്ങോട്ട് കിടന്നിട്ട് അങ്ങോട്ട് ലാവിഷായിട്ട് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ഇന്ന വസ്ത്രം എനിക്ക് കിട്ടിയില്ല, ഇന്നത് എനിക്ക് പോരാ എന്നുള്ളൊരു പോരായ്മയോ ഇല്ലായ്മയോ വല്ലായ്മയോ കോട്ടക്കലങ്ങാടിയിലില്ല. വളരെ സൗഹൃദത്തോട് കൂടിയിട്ട് മിതമായ നിരക്കിലാണ് കോട്ടക്കലങ്ങാടിയിലെ ഓരോരോ വ്യവസായികളും ഓരോരോ ടെക്സ്റ്റൈൽസ് ഉടമകളും ഒക്കെ ചെത്ത് ചെക്കന്മാരാണ്. ഈ കട നടത്തുന്നവരും കടയിലേക്ക് വരുന്നതൊക്കെ അടിപൊളി ന്യൂ ജനറേഷൻ മാത്രമല്ല. ആണായിട്ട് പറഞ്ഞ ഒരാൾ കോട്ടക്കലങ്ങാടിയിൽ പോയിട്ട് അവനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു വരില്ല. അത്രക്കും മോഡലിങ്. ഇനി ചെരുപ്പാണെങ്കിൽ, ഷൂ ആണെങ്കിൽ, ബെൽറ്റ് ആണെങ്കിൽ, ടൈ ആണെങ്കിൽ, എന്ത് വേണ്ട, പുതിയാപ്പിള ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെക്കൻക്ക് വേണ്ട കോട്ട് വരെ കോട്ടക്കലങ്ങാടിയിൽ വാടകയ്ക്കും അല്ലാതെയും കിട്ടുന്ന മനോഹരമായിട്ടുള്ളൊരു പട്ടണം. കാണണം, നിങ്ങൾ കാണാത്തവർ കോട്ടക്കലങ്ങാടിയിൽ ഒരു ദിവസം വന്നിട്ട് കാണണം. എന്ത് രസകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ആളുകൾ. കോട്ടക്കലങ്ങാടി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു സാംസ്കാരിക നഗരം തന്നെയാണെന്ന് പറയാം. ബൃഹത്തായിട്ടുള്ള ആയുർവേദശാലയ്ക്ക് ജന്മം നൽകിയിട്ടുള്ള ആ മണ്ണിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് നിങ്ങൾ കാണണം. 100-ാം വാർഷികം ഞങ്ങൾ കോട്ടക്കലങ്ങാടിക്കാർ ആയുർവേദശാലയുടെ 100-ാം വാർഷികം വളരെ ഗംഭീരമായിട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ആഘോഷങ്ങളാണ്. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത്, നിങ്ങളുടെ അടുത്ത് എത്രയാണ് സാമ്പത്തികം, ആ സാമ്പത്തികത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ഒരു അങ്ങാടി ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ എറണാകുളമോ തിരുവനന്തപുരമോ കോഴിക്കോടല്ല, മലപ്പുറത്ത് കോട്ടക്കലേക്ക് വരും നിങ്ങൾ.